ായ സ്വാമിജിക്കും വലിയമ്പുരാനും വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യ വ്യക്തികൾക്കും ആദ്യമായി നമസ്കാരം. ഇന്നത്തേത് ചെറുക്കല്ലേ ഇവിടെയുള്ളത് നല്ലൊരു അന്തരീക്ഷമാണ് എന്ന് ഞാൻ കരുതുകയാണ്. സദസ്സ് ഇത്ര നിറയും എന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല. പക്ഷേ ധാരാളം ആധ്യാത്മിക പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും കേട്ട് പരിചയിച്ച ഒരു എറുഡൈറ്റ്, ഒരു വിദ്യാസമ്പന്നരായ പ്രേക്ഷകർ അല്ലെങ്കിൽ കേൾക്കുന്നവരാണ് ഇവിടെ ഇരിക്കുന്നത് എന്നത് സ്വാമിജിക്കും നല്ലൊരു കാര്യമാണ്. കാരണം അദ്ദേഹം പറയുന്നത് മുഴുവനുമായും തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു നല്ല സദസ്സാണ് ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണങ്ങൾ ഇവിടെ വളരെ വിജയകരമായി തീരും എന്നെനിക്ക് ഉറപ്പുണ്ട്. അത്തരത്തിലുള്ള ഒരു പ്രഗത്ഭമതിയുടെ സംഭാഷണം കേൾക്കാൻ കാത്തിരിക്കുന്ന നിങ്ങളുടെ മുന്നിൽ അതും ഇതും പറഞ്ഞ് ഞാൻ സമയം വൈകിക്കുന്നില്ല. എന്നാൽ ഈ അന്തരീക്ഷം വാസ്തവത്തിൽ ഈ ബാക്ക്ഡ്രോപ്പ് തന്നെ കർമ്മനിരതനായ അർജുനാണ്. ഇത് അർജുനെ കൊണ്ട് ചെയ്യിക്കാനാണ് ആ സാരഥിയായ ഭഗവാൻ ഇത്രയൊക്കെ പറഞ്ഞത്, ഒരു ഗീത മുഴുവൻ പറഞ്ഞത്. ആദ്യം തന്നെ മഹാഭാരത കർത്താവ് തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ഒരു കാവ്യം ചമച്ചേ ഞാൻ തികച്ചും ബുധപൂരിതം. അങ്ങനെയൊക്കെ ചമച്ചിരിക്കുന്ന സമയത്താണ് ബ്രഹ്മാവ് അദ്ദേഹത്തിൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നത്. അപ്പോൾ വ്യാസൻ പറയും, ഒരു കാവ്യം ചമച്ചേ ഞാൻ തികച്ചും ബുധപൂരിതം, പക്ഷെ എനിക്ക് ഇത് എഴുതാൻ ഒരാളെ കിട്ടിയില്ല എന്ന് പറയും. അപ്പോൾ ബ്രഹ്മാവ് പറയും, നിങ്ങൾ ഗണേശനെ സ്മരിച്ചോളൂ എന്ന് പറഞ്ഞപ്പോഴാണ് ഗണപതിയെ സ്മരിച്ചത്. അതെല്ലാവർക്കും അറിയുന്ന കഥയാണ്. ഗണേശൻ വന്ന് എഴുതി എടുത്തു. അപ്പോൾ എഴുതുന്ന സമയത്ത് ഗണേശൻ അങ്ങോട്ടേക്കൊരു കണ്ടീഷൻ വെക്കും, എനിക്ക് എഴുത്താണി നിലച്ചു പോവരുത്, കണ്ടിന്യൂസ് ആയിട്ട് പറഞ്ഞു തരണം എന്ന് പറയും. അപ്പോൾ വ്യാസൻ പറയും, അത് പറയാം, പക്ഷേ അങ്ങോട്ടേക്കൊരു കണ്ടീഷനുണ്ട്, അർത്ഥം മനസ്സിലാക്കാതെ ഒന്നും എഴുതി പോകരുത് എന്ന് പറയും. അപ്പോൾ നമുക്ക് തമാശ പറയാം, വ്യാസന് ഒന്ന് കഞ്ഞി കുടിക്കാൻ പോകണം എന്ന് തോന്നിയാൽ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും വ്യക്തികൾക്ക് പോകണം എന്ന് തോന്നിയാൽ ഒരു ഗ്രന്ഥിക്ക് മുരടുണ്ടാക്കി മാമുനി എന്നാണ്. വളരെ ബുദ്ധിമുട്ടുള്ള, അർത്ഥം മനസ്സിലാക്കാൻ ക്ലേശകരമായ ഒരു ഗ്രന്ഥം ഉണ്ടാക്കും. ഗ്രന്ഥം എന്ന് പറഞ്ഞാൽ 32 വരിയുള്ള ഒരു ശ്ലോകം. അത് ഗണേശൻ ആലോചിച്ച് അതിൻ്റെ അർത്ഥം കണ്ടുപിടിച്ച് എഴുതാൻ ആ എഴുത്താണിയൊക്കെ വെച്ച് ആലോചിക്കുമ്പോഴത്തേക്ക് വ്യാസൻ അവനവൻ്റെ പണി കഴിഞ്ഞ് വരും, വീണ്ടും എഴുത്താരംഭിക്കും. അങ്ങനെ അതിമനോഹരമായ ഒരു സൃഷ്ടി എന്ന് വ്യാസൻ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയെപ്പറ്റി പറയുന്നത്. ഇപ്പോൾ തിരുമേനി പറഞ്ഞതുപോലെ അതിലുള്ള കഥയും ഉപകഥയും അതിൻ്റെ ഉള്ളിലെ കഥയും ആൾക്കാരെ കൊണ്ട് പറയിക്കുന്നതും ആരാണ് പറഞ്ഞതെന്ന് മനസ്സിലാവാത്ത സ്ഥിതിയും ഒക്കെയുള്ള ഒരു അതിബൃഹത്തായ ഒരു കഥ മഹാഭാരതം. അതിലുള്ള ഒരു പ്രത്യേക സന്ദർഭമാണ് ഈ ഗീത. അത് ഞാൻ ഒറ്റ ഒരു കാര്യം മാത്രം പറഞ്ഞ് എൻ്റെ പ്രഭാഷണം അല്ലെങ്കിൽ ആശംസാ പ്രസംഗം നിർത്താം. അത് ഇന്നലെ ഒരു എതിർച്ചയായി ഉണ്ടായ സംഭവമാണ്. വളരെ യാദൃച്ഛികമായി ഇന്നലെ ഉണ്ടായ സംഭവമാണ്. അത് ഇവിടെ സുരേഷൊക്കെ പറഞ്ഞ പോലെ കളരിപ്പയറ്റാണ് എൻ്റെ വിഷയം. അത് മാത്രമല്ല, കളരിപ്പയറ്റേ അറിയുകയുള്ളൂ താനും. ദിവസേന വൈകുന്നേരം കളരിയിൽ പോകും. അവിടെ കുറേ കുട്ടികളുണ്ട്, അവരൊക്കെ പഠിപ്പിക്കാനും അവരെ സംശയം തീർത്തുകൊണ്ടും ഒക്കെ നടക്കുന്ന സമയത്ത് ഇന്നലെ ഒരു പ്രത്യേകതയുണ്ടായി. ഒരു 2-3 പ്രൊഫസേഴ്സ് അവിടെ കളരി സന്ദർശിക്കാനായി വരുന്നു എന്ന് പറഞ്ഞു. മുൻകൂട്ടി അറിയിച്ചിട്ടാണ്. അത് ഒരാൾ USA ഇല്ലിനോയ് യൂണിവേഴ്സിറ്റിയിലെ ഫിസിക്സ് പ്രൊഫസറാണ്, മലയാളിയാണ്. മറ്റേ ആൾ ട്രിച്ചിയിൽ ഒരു പ്രൊഫസറാണ്, തമിഴ് വംശജനാണ്. മറ്റത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും ഒരു മകളും. അങ്ങനെ 4 പേരാണ് വന്നത്. അവർ കളരിയെപ്പറ്റി മനസ്സിലാക്കാനാണ് വന്നത്. അവർക്കൊന്നും അറിയില്ല കളരിയെപ്പറ്റി. അപ്പോൾ വന്നപ്പോൾ നമ്മുടെ കുട്ടികളുണ്ടായിരുന്നു, അവരെ കൊണ്ട് ഓരോന്ന് ചെയ്യിച്ച് അതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്ത് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കൊണ്ട് ഇതൊക്കെ സാധിച്ച് ഇതിനെപ്പറ്റിയൊക്കെ സംസാരിച്ചുകൊണ്ട് പിന്നെ ഓഫീസിൽ ഇരിക്കുമ്പോഴാണ് പറഞ്ഞത്, ഇത് ഒരു വളരെ സമഗ്രമായ കലയാണല്ലോ, ഇതിലെല്ലാം ഉണ്ട് എന്നൊക്കെ പറയുന്ന കൂട്ടത്തിൽ ഒരു ഗീതയെ പറ്റിയുള്ള മെൻഷൻ വന്നു. വാസ്തവത്തിൽ അവർ ഫിസിക്സ് പ്രൊഫസേഴ്സ് ആയിരുന്നു. ക്വാണ്ടം ഫിസിക്സിൻ്റെ
പണ്ഡിതന്മാരായിരുന്നു അവർ. അപ്പോൾ ഞാൻ പറഞ്ഞു, സന്ദർഭവശാൽ പറഞ്ഞു, ഗീതയിലും ഈ ക്വാണ്ടം ഫിസിക്സിൻ്റെ ചെറിയ അംശങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ ഫിസിക്സിസ്റ്റ് അല്ല, ഞാൻ ബൊട്ടാണിസ്റ്റാണ്. പക്ഷെ എന്നാലും എൻ്റെ കൂടെയുള്ള ചില ഫിസിക്സിൻ്റെ ആൾക്കാർ പറഞ്ഞു കേട്ടത് വെച്ച് അപ്പോൾ അവർ ചോദിച്ചു അതെന്താണ്, അത് പ്രത്യേക സന്ദർഭം മനസ്സിലായില്ല എന്നുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത് ഈ തേരിൽ കയറി അർജുനൻ തൻ്റെ പ്രതിയോഗികളെ കണ്ടപ്പോൾ പറയും, ഇവരൊക്കെ എൻ്റെ ബന്ധുക്കളാണ്, ഗുരുജനങ്ങളാണ്, ഇവരോട് ഫൈറ്റ് ചെയ്യാനോ ഇവരെ കൊല്ലാനോ ഒന്നും എനിക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് ആ ഗാന്ധീപം പോലും കയ്യിൽ നിന്ന് ഊർന്ന് അവിടെ അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഗീത തുടങ്ങുമ്പോൾ തന്നെയുള്ള ഒരു ശ്ലോകമുണ്ട്. ഉണ്ടായിരുന്നില്ല ഇവരാരും, ഇനി ഇല്ലാതെയാവുന്നില്ല ഇവർ ഇനിയും എന്ന് പറയുന്ന ഒരു സന്ദർഭമുണ്ട്. അത് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോഴും വീണ്ടും പറയും, ഒന്നും ഇവിടെ ഇല്ലാതാവുന്നില്ല, ബന്ധുജനങ്ങളും അവരും അല്ലെങ്കിൽ സാധന സാമഗ്രികളോ എന്തും ഒന്നും പുതുതായി ഉണ്ടാവുന്നില്ല, ഒന്നും നശിക്കുന്നുമില്ല എന്നൊരു തിയറിയുണ്ട്. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ഇത് ക്വാണ്ടം ഫിസിക്സ് തന്നെയാണ്. അന്നത് വ്യാസൻ എന്തെങ്കിലും പരീക്ഷണം കൊണ്ട് മനസ്സിലാക്കിയോ എന്നൊന്നും അറിയില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ അചുംബിതമായ ഭാവന അതിലേക്ക് പോയി എന്നതാണ് വാസ്തവം. അതിന് പിന്നെ അവരെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇപ്പോൾ വെള്ളം ചെറുക്കച്ചിറയിലെ ലിറ്റർ കണക്കിന് വെള്ളമുണ്ട്, 12.5 ഏക്കറിൽ വ്യാപിച്ച് കിടക്കുന്ന ആഴത്തിലുള്ള വെള്ളം. ഇത് മുഴുവൻ വേനൽക്കാലാകുമ്പോൾ എവിടെയാണ് പോയതെന്ന് നമുക്കറിയില്ല. പക്ഷേ ശാസ്ത്രം കൊണ്ട് നമുക്കറിയാം ഇതൊക്കെ നീരാവിയായി പോയത്. പക്ഷേ വെള്ളത്തിൻ്റെ രൂപത്തിലല്ല, വേറൊരു രൂപത്തിൽ അതിന് മാറ്റം വന്നു. അത് കുറച്ച് കഴിഞ്ഞ് തണുപ്പൊക്കെ വന്ന് കാറ്റൊക്കെ അടിക്കുന്ന സമയത്ത് വീണ്ടും അത് വെള്ളമായി, അതോ അല്ലെങ്കിൽ വേറെ എവിടെയോ ഉണ്ടായ നീരാവിയോ വെള്ളമായി ചിറക്കച്ചിറയിൽ വീണ്ടും നിറയുന്നു. ഇനി അതല്ല, വേറെ രീതിയിലാണെങ്കിൽ അത് ഓക്സിജനും ഹൈഡ്രജനുമാക്കി മാറ്റിക്കഴിഞ്ഞാൽ അത് നമുക്കൊക്കെ ശ്വസിക്കാൻ പറ്റുന്ന ഓക്സിജനായി മാറും. രൂപമാറ്റം സംഭവിക്കുന്നു, ഇല്ലാതെയാവുന്നില്ല, നാമെല്ലാം ഇനിമേലിലും എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഇതാക്കുകയാണ്. അതുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നും ഉണ്ടായിട്ടില്ല, പുതുതായിട്ട് ഒന്നും ഉണ്ടായത് നശിക്കുന്നുമില്ല, എനർജിയായും മാറ്ററായും മാറുകയാണ് എന്ന ഐൻസ്റ്റൈൻ്റെ തിയറി, പിൽക്കാലത്തുണ്ടായ ഐൻസ്റ്റൈൻ്റെ തിയറിയാണ് അന്ന് വ്യാസൻ തൻ്റെ ഭാവനയിൽ കണ്ടത്. അത് പറഞ്ഞ് ഉത്തേജിപ്പിച്ച് അർജുനനെ ഉദ്യുക്തനാക്കുകയാണ്, യുദ്ധത്തിന് ഉദ്യുക്തനാക്കുകയാണ്. അതും കഴിഞ്ഞ് ഒരു സന്ദർഭം കൂടി ഞാൻ പറഞ്ഞു. കാരണം ഈ കളരിപ്പയറ്റൊക്കെ പഠിച്ചാലും ഒരു ആയുധ സദാചാരം എന്ന് പറയുന്ന ഒന്ന് നമുക്കുണ്ട്. ആരോടെങ്കിലും പോയി അടിപിടി കൂടാനാണോ പഠിപ്പിക്കുന്നത് എന്ന് അവർ ചോദിച്ചു. ഈ കുട്ടികളൊക്കെ പഠിച്ചാൽ ആരെയും നേരിടാൻ പറ്റുമോ? അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ അടിപിടി കൂടാൻ വേണ്ടി അല്ല പഠിപ്പിക്കുന്നത്, അവരുടെ ദേഹരക്ഷ ഒന്ന് നോക്കണം, പിന്നെ അവരുടെ ആത്മാനം, ഒരു ആരോഗ്യം, ഇതൊക്കെ സംരക്ഷിക്കാനാണ്. പിന്നെ ഒരു മെൻ്റൽ ഒരു ഇതൊക്കെ വരും, മെച്യൂരിറ്റി. അത് പറഞ്ഞപ്പോഴാണ് അതിനെപ്പറ്റി പറഞ്ഞത്. ഈ ഗീതാജ്ഞാനം, ഗീത ഉപദേശമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ന് തോന്നുന്നു ധർമ്മപുത്രർ ഇറങ്ങി അല്ലേ എനിമി ക്യാമ്പിലേക്ക് നടക്കുന്നത്. ചട്ടയെല്ലാം അഴിച്ചു വെച്ച് എതിരാളിയുടെ കൗരവന്മാരുടെ ക്യാമ്പിലേക്ക് നടക്കുകയാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ ചിന്തിച്ചു, ഇദ്ദേഹം ഇതൊക്കെ അഴിച്ചു വെച്ച് പോവുകയാണോ? പക്ഷേ കൃഷ്ണൻ മാത്രം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അല്ല, അത് വേറൊരു കാര്യത്തിനാണ്. നേരെ പോയി ഭീഷ്മരെ കണ്ട്, ഭീഷ്മർ എതിരാളിയാണ്, ഭീഷ്മരെ കണ്ട് ചോദിക്കുകയാണ്, ഞാൻ അങ്ങയോട് യുദ്ധം ചെയ്യട്ടെ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ ചെയ്തോളൂ എന്ന് പറയും. അത് കഴിഞ്ഞ് വേറൊരു ചോദ്യം കൂടി ചോദിക്കും, എങ്ങനെയാണ് അങ്ങയെ കൊല്ലേണ്ടത് എന്ന്. ആ വിദ്യ എനിക്കറിയില്ല. പറഞ്ഞ് അതൊന്നും ആയിട്ടില്ല, ആയുധമേന്തി നിൽക്കുന്ന എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല എന്ന കോൺഫിഡൻസ്. വ്യാസൻ പറഞ്ഞ അതേ കോൺഫിഡൻസ്. ഇതിലില്ലാത്തത് ഒന്നും മറ്റുള്ളതിക്കിലില്ല. എൻ്റെ കൃതിയിലുള്ളത് മറ്റുള്ള പല കൃതികളിലും കാണും, പക്ഷേ ഇതിലില്ലാത്തത് വേറെ എവിടെയും കാണില്ല എന്ന് പറഞ്ഞ ആ ഓഥറുടെ കോൺഫിഡൻസ് തന്നെയാണ് ഇവിടെ ഭീഷ്മർക്കും ഉണ്ടാകുന്നത്. അത് കഴിഞ്ഞ് നേരെ ദ്രോണൻ്റെ അടുത്തേക്ക് പോയി, ഗുരുവാണ്, ചോദിക്കും, അങ്ങയോട് ഞാൻ ഫൈറ്റ് ചെയ്യട്ടെ. അപ്പോൾ അദ്ദേഹം പറയും, നീ ഇവിടെ വന്നില്ലായിരുന്നുവെങ്കിൽ ഞാൻ നിന്നെ ശപിച്ചേനെ. അപ്പോൾ അതിൻ്റെ അർത്ഥം, നീ ഇപ്പോൾ വന്ന് എന്നോട് ചോദിച്ചുകൊണ്ട് ഞാൻ നിനക്ക് ഓൾ ദ ബെസ്റ്റ് എന്നാണ് പറയുന്നത്, നീ ജയിച്ചു എന്നാണ് പറയുന്നത്. അത്ര കോൺഫിഡൻസ് ആണ്. അദ്ദേഹത്തോടും ചോദിക്കും, എങ്ങനെയാണ് അങ്ങയെ കൊല്ലേണ്ടത്? ആ വിദ്യ പറഞ്ഞതാ. ഭീഷ്മരും പറയും, ദ്രോണനും പറയും, ആയുധമെടുത്ത് നിൽക്കുന്ന എന്നെ കൊല്ലാൻ ആർക്കും സാധ്യമല്ല
ഞാൻ എപ്പോഴെങ്കിലും നിരാശന അല്ലെങ്കിൽ ഒരു ഡിജക്റ്റഡായി ആയുധം ഉപേക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ കൊല്ലാൻ സാധിക്കും എന്ന് പറഞ്ഞിട്ടാണ് അശ്വത്ഥാമാഹത എന്നൊക്കെ പറഞ്ഞ കഥ എല്ലാവർക്കും അറിയാവുന്നത്. അങ്ങനെ കൃപനോടും മറ്റുള്ളവരോടും ഒക്കെ ചോദിച്ച്, ഗുരുജനങ്ങളോട് ചോദിച്ച് സമ്മതം വാങ്ങി മടങ്ങി വന്നിട്ടാണ് തേരിൽ കയറി ഈ യുദ്ധം അനുഷ്ഠിക്കുന്നത്. അങ്ങനെ ചെയ്ത ഒരു ധർമ്മയുദ്ധം ജയിച്ച ഒരു അർജുനനെയാണ് നാം കാണുന്നത്. അതുപോലെ നമുക്കുമൊക്കെ സ്വാമിജിയുടെ പ്രഭാഷണം കേട്ട് കർമ്മ ചെയ്യാനുള്ള ഇച്ഛയുണ്ടാകട്ടെ, നമ്മൾ ജയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിൽക്കുന്നു. നമസ്കാരം.